സോ ഹലോ മൈ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ വണ്ടി കുറച്ച് മോഡിഫൈഡ് ആണ്. അപ്പോൾ വണ്ടി ഇന്ത്യക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നില്ല, വർക്കിനടുത്തൊക്കെ ഇരുന്ന് വർക്കിനടുത്തൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്. ശരിക്കും ഇത് എങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ ഞാൻ പോണ വഴിക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദരവാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്റീരിയർ ഇട്ട് കൊടുക്കാട്ടോ. ഇന്റീരിയർ ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നേരത്തെ പറ്റിയിരുന്നില്ല കേട്ടോ. മാപ്പ് നോക്കാം. മാപ്പ് ഹൈവേയുടെ അവിടെ വെക്കാട്ടോ. അവിടുന്ന് എനിക്ക് വഴിയറിയ അവിടേക്ക് ഹൈവേയുടെ അങ്ങോട്ട് പോവാണ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. അവൻ ബാക്കിലുണ്ട്. അവൻ്റെ വണ്ടി ലാൻഡ് ക്രൂസറാണ്. ഇന്റേത് നമ്മുടെ ഫ്രീ കാറ്, അതിനെ മോഡിഫൈഡ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി ഹൈവേക്ക് അങ്ങോട്ട് പോകണം. അവന് വരുന്നില്ല കേട്ടോ. അതാ എത്തി. ഞങ്ങൾക്ക് പോകാം. ഈ വണ്ടിയുടെ ഇന്റീരിയർ കാണാൻ നല്ല രസമുണ്ടോ. സീറ്റൊക്കെ ആണെങ്കിലും ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ള ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡ് കയറാം. നമുക്ക് ഇങ്ങോട്ടാട്ടോ പോകുള്ളത്. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ കുറച്ച് സുഖമുണ്ട്. അവൻ അങ്ങോട്ടാട്ടോ പോണത്. അവന് വഴി തെറ്റിന്ന് തോന്നുന്നു. അവൻ്റെ വണ്ടി കുറച്ച് സ്പീഡുള്ള കാരണം ഡ്രിഫ്റ്റ് ഔട്ട് ആവാണ്ട് പറ്റില്ല എനിക്ക്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകുള്ളത്. ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എനിക്ക് ഇവിടെ നിർത്താട്ടോ. അവനെ കാത്തുക്ക. അവനെ കാണാനില്ല കേട്ടോ. അവനെത്തി. ഞങ്ങൾക്ക് പോകാട്ടോ. നമ്മുടെ വണ്ടിയുടെ നല്ല ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാ. വണ്ടി കിട്ടിയത് ഞാനൊരു ദിവസം ഒരു പബ്ലിക് റൂമിൽ കയറി. അപ്പോൾ അതിലൊരു ചെക്കൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവനോട് എവിടെയെന്ന് വെച്ചപ്പോൾ ഡോണറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോണറ്റ് ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു കിണ്ണങ്ങച്ച വണ്ടി എടുക്കണേ. നോക്കിയപ്പോൾ ഉണ്ട് ഇതാണ്. അപ്പോൾ ഈ വണ്ടി അവനോട് ഞാൻ ചോദിച്ചു ഈ വണ്ടിക്ക് തരുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് തരാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ചോദിച്ചു വണ്ടി താഴെ വന്നാന്ന് പറഞ്ഞപ്പോൾ തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ആയിട്ട് ഗാരേജ് നോക്കുമ്പോണ്ട് ആ വണ്ടി ഉണ്ട്. ഈ വണ്ടി അവിടെ കിടക്കുന്നു, ഗാരേജ് കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായി. അപ്പോൾ അങ്ങനെ വണ്ടി കിട്ടിയത്. നമുക്ക് ഇങ്ങോട്ടാട്ടോ പോകുള്ളത്. അവന് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് വളക്ക റൈറ്റ് എടുക്കുക. മുട്ടില്ലല്ലേ. നമ്മുടെ വണ്ടിയുടെ ടയർ അത്ര തടിച്ചിട്ടല്ലേ കേട്ടോ. നമുക്ക് മാറ്റണം. ഞാൻ പെട്ടെന്ന് പ്രൈവറ്റ് കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ലെഫ്റ്റ് എടുക്കാം. ഓഫ് റോഡ് സ്ഥലത്താണ്. അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. അവന് റിപ്പയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടാം. ഇവിടെ ലുക്ക് ഉണ്ടല്ലേ വണ്ടി മൊത്തം സ്റ്റിക്കർ അടിച്ചിട്ടൊക്കെയാണ്. കിറ്റൊക്കെ കയറ്റി അവന് വെറുതെ വന്നോട്ടോ. എന്നിട്ട് വെറുതെ ഒന്നും തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിരങ്ങിപ്പോണ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ആനിമേഷൻ. പെട്ടെന്നില്ലേ CPM 2 നല്ല ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ ഇഷ്ടമായി. അപ്പം മാപ്പ് നോക്കാം. അവന് എവിടെയാണ്. അവന് അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അവന് കയറിപ്പോണല്ലോ. അവനപ്പുറത്ത് വഴിക്കൂടല്ലോ പോയി. നമ്മൾ വന്നത് ഇങ്ങനെ വളങ്ങി തിരിഞ്ഞിട്ടാണ് കേട്ടോ. ചിലപ്പോൾ സിമ്പിളായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ തുറന്നിട്ടേക്കാം. അവൻ വരുമ്പോൾ ഒരു ലുക്ക് തോന്നിക്കോട്ടെ. പെടാണ്ടില്ലേ. പിന്നെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ക്യാരക്ടറിനെ അമ്മ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി, തൊപ്പി വെച്ച്, ഡ്രസ്സ് പാൻറ്റും ഷൂവും ഷർട്ടൊക്കെ മാറ്റി ലുക്കാക്കിണ്ട് പയ്യനെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോലം. ജോൺസിന്നൊക്കെ എഴുതിണ്ട് കേട്ടോ. ജോൺസിൻസ് എഴുതിക്കണ്ട. അപ്പോൾ ഇവിടെ റഷ്യൻ എഴുതിണ്ട്. പിന്നെ ഇവിടെ ബ്ലാക്ക്, പിന്നെന്താ മിസ്റ്റേക്കാ അങ്ങനെ എന്താ എഴുതിണ്ട്.
അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഒരു കാര്യം കേട്ടോ, അപ്പോൾ ഈ ബോണറ്റും ബാക്കിലത്തെ ഡിക്കിയും അടയും. അത് പുതിയത് ഇപ്പോൾ അതിൽ CPM വന്നാണ്. അവന് എത്തണം കേട്ടോ, മെല്ലെ വരണത്. ഇവിടേക്കല്ല, അപ്പുറത്തെ വഴിയാണ്. അവന് മെല്ലെ മെല്ലെ വരണോളൂ കേട്ടോ ഗൈസ്. ഇതിന് എന്താ പോണേ, ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അത് അവനെ കാത്തുന്നതും പിന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ആകെ സീനായി. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, ലെങ്താണ്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ മെല്ലെ വരുന്നുണ്ട്. കുറച്ച് സ്പീഡ് വരാൻ പറയണം കേട്ടോ, മെല്ലെ വരണല്ലോ. എന്താണ് ഇതിങ്ങനെ പോയി വരുന്നുണ്ട്. നമുക്ക് മാപ്പ് ഇതാക്കാം. വണ്ടി നല്ല ലുക്കുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി വണ്ടി കിട്ടിയിട്ട്, പക്ഷെ ഞാൻ ഇതുവരെ എടുത്തില്ല. ഈ ഒരു വീഡിയോക്കാണ് ഞാൻ ഇത് എടുക്കുന്നത്. അതുവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റത്തെ പോസ്റ്റിലൊക്കെ എടുക്കുന്നത് ഇന്ത്യയൊക്കെ ഇപ്പോൾ ഈ വീക്കിൽ കിട്ടിയ വണ്ടിയാണ് എടുക്കണത്. അപ്പോൾ അവന് വഴി തെറ്റിട്ടോ, അവന് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. മെല്ലെ വരണുള്ളൂ കേട്ടോ, മെല്ലെ വരട്ടെ. അവന് മെല്ലെ മെല്ലെ വരാണ്. പിന്നെ ലെങ്ത് കൂടുന്നത് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ വീഡിയോ കട്ട് ചെയ്യാം, പക്ഷെ വീഡിയോ കട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ അറിയില്ല, വീഡിയോ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ആകെ സീനായിട്ടിരിക്കാണ് വീഡിയോ ഒക്കെ. അപ്പം എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബ് വീഡിയോ ആണ്. അവന് എത്തിണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവനെത്തിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. അവനക്ക് ഇഡൻ സ്പോട്ട് അറിയില്ല കേട്ടോ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഓനെയും കൂടി കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഓനെയും കൂടി വിളിച്ചത്. പിന്നെ CPM ആകെ കൂടുതൽ ഫ്രണ്ടായിട്ടുള്ള ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് കുഴപ്പമില്ലാത്ത ഫ്രണ്ട്സ്. ഇവനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അറിയണ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാട്ടോ പോലെ. അപ്പോൾ നിങ്ങളെ ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കപ്പൽ ചെരിഞ്ഞത്. ഇവിടെ നിന്ന് എടുക്കാൻ കുറേ പണിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ സിവിക്കേറ്റ് പോന്നപ്പോൾ എന്ത് പണിയാ പെട്ട്. പിന്നെ ഇത് ലോവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് താഴ്ത്തിന്ന് പറഞ്ഞാൽ ഫുള്ള് താഴ്ത്തിരുന്നില്ല, കുറച്ച് ലോവർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇതേറ്റ് പറ്റുമെന്ന് വിചാരിച്ച, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് വന്നത്. ഇതാണ് നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഇതേറ്റും പറ്റുന്നില്ല. മൊത്തം സ്റ്റക്കാവുണ്ട് ഗൈസ്, എന്താ അറിയില്ല. വണ്ടി മൊത്തത്തിൽ പണിയായിട്ട് എടുക്കാണ്. പറ്റില്ല, കുറച്ച് പണിയാണെന്ന് തോന്നുന്നു. കുറച്ച് നേരം പിടിക്കൂട്ടോ ഗൈസ്. അവൻ കയറിട്ടോ, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അവിടെ സ്റ്റക്കായി. നമുക്ക് എടുക്കാം. അയ്യോ വീണ് ഗൈസ്, അവിടെ വീണ്. നമുക്ക് മുണ്ടനെ എടുക്കാം. ഇവിടെ അല്ല, അപ്പുറത്തിട്ട് അവനും വന്നു. ഇത് പറ്റില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറാം, ഇങ്ങോട്ട്. അപ്പോൾ കുടുങ്ങിട്ട് ഗൈസ്, അതാ പോയി. ഞാൻ ലേറ്റൊക്കെ ഇട്ടുണ്ടല്ലോ, എന്താ അറിയില്ല, അത് കൈ തെറ്റി പോയതെന്ന് തോന്നുന്നു. ഇനി ഒന്നുകൂടി എടുക്കാനിട്ട് നോക്കാം. അയ്യോ പോയി. ഇതിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ ഗൈസ്. നമുക്ക് കയറിയോ ഗൈസ്? അപ്പം നമുക്ക് കയറിയിരിക്കുകയാണ്. ഓൻ കയറിയില്ല കേട്ടോ, എന്താ അറിയില്ല. അവൻ ഇപ്പോൾ കയറും, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ കയറിയിരിക്കും, അറിയില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ അങ്ങോട്ട് കയറ്റി നിർത്താം. ഇവിടെ വണ്ടിയില്ലേ നല്ല ഇഷ്ടമായിട്ടാ വണ്ടി. വീല് 1000 ഇതിൻ്റെ പെയിൻ്റൊക്കെ ഉണ്ടല്ലോ അടിച്ചിരിക്കണ വീലുമ്മ. എന്തല്ലേ ഇത്, മറ്റേ കാറിൻ്റെ പെയിൻ്റ് തന്നെ, പക്ഷെ 1000 കോയിൻ്റെ പെയിൻ്റാണ് ഇതും അടിച്ചിരിക്കണത് കേട്ടോ.
അവൻ കേറിയാ ഇല്ല, അയ്യോ ഞാൻ അടി പോയി. അവൻ കേറിട്ടോ ഗൈസ്. മൊത്തം ചളിയിട്ടോ വണ്ടി ഇതായിട്ട് മൊത്തം ചളിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ക്യാരക്ടർ. മൊത്തം കാണിക്കാൻ പറ്റിയിരിക്കൂലേ? ഫോട്ടോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങള് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ക്യാരക്ടറിൻ്റെ അതാണ് തബ്മേലുണ്ടായിരുന്നത്. ക്യാരക്ടറും വണ്ടി BM അത് രണ്ടാണ് തബ്മേലുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം, അപ്പോൾ മനസ്സിലാവും എൻ്റെ ക്യാരക്ടർ. പക്ഷെ അപ്പോൾ തൊപ്പി ഇല്ലായിരുന്നു, അപ്പം മുടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ തൊപ്പി വെച്ച് 500 പോയിന്റ് തൊപ്പി വെച്ച്. അപ്പോൾ ഒന്ന് വണ്ടി ഇവിടെ നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ക്യാരക്ടർ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു കൊണ്ട് ഗൈസ്, എന്താ അറിയില്ല, ചെരിഞ്ഞു പോവാണ് ഇങ്ങനെ. വണ്ടി ഞാൻ ഇവിടെ നിർത്തിണ്ട്, ഇങ്ങനെ ചെരിഞ്ഞു കൊണ്ട് ഗൈസ്. അപ്പൊ നമ്മള് വണ്ടിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ ചെരിഞ്ഞില്ല, അവ ഇറങ്ങിണ്ട് കണ്ടില്ലേ, ഞാൻ ചെരിഞ്ഞു പോണു. അവനക്ക് പറ്റില്ല തോന്നുന്നു, എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നിരങ്ങി കൊണ്ട് നിരങ്ങി പോയിട്ടാ. കണ്ടില്ല അവന് എത്ര വട്ടം നിങ്ങണ്ടെത്തി നോക്ക്. അവന് എനിക്ക് ഇങ്ങനെ പറ്റണൊക്കെ ചോദിക്കണ്ട് കേട്ടാ. നമുക്ക് വണ്ടി കയറിയിട്ട് ക്ലിയർ ആയിട്ട് ഇടാ, നല്ലപോലെ ഇടാ. ഇതിന്റെ ആനിമേഷൻ ഉണ്ടോ പ്രാന്ത് പിടിക്കുക. ഇതിങ്ങനെ ആനിമേഷൻ ഇങ്ങനെ ചെയ്ത് ഇതാക്കണം, പ്രാന്തുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ ഇടാം, ഫോട്ടോ എടുക്കാനാട്ടോ. അപ്പോൾ അവന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നിർത്താം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാം. വണ്ടി ആള് ചെരിഞ്ഞു വീണു. ആരെ ജോയിൻ ഉണ്ട് കേട്ടോ, റോഷൻ വൈറ്റിയാണ് ജോയിൻ ആയിട്ടുള്ളത്. അവൻ്റെയൊക്കെ ചിലപ്പോൾ ഡോഡ്ജ് ചലഞ്ചറായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും മറ്റേ എന്തോ ഒരു പേരുള്ള വണ്ടി ഉണ്ട് ഇവൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ആ വണ്ടി മിന്നൽ എന്ന് പറഞ്ഞിട്ട്, അത് ഇൻസ്റ്റാ പേജ് നോക്കി കഴിഞ്ഞാൽ കാണാം. സൂം കുറച്ച് കൂടിപ്പോയില്ലേ അത്തോടെ. അപ്പോൾ നമ്മുടെ ക്യാമറ എങ്ങനെ നോക്കുക എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. നമ്മളിത് ബാക്കിലേക്ക് പോകട്ടോ ഗൈസ്, ബാക്കിലേക്ക് വേണം. ബാക്കിലേക്ക് നമുക്കൊരു ഫോട്ടോ കൂടി എടുക്കാം. നമ്മൾ അതിരവ് ഓടണ ഫോട്ടോ കണ്ടെടുക്കണം. അപ്പൊ നമുക്ക് ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെ എത്തിയ ആളെ നോക്കാം. അതിരവിന്റെ വണ്ടിയുടെ ബാക്കിൽ എത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ചെറുതായിട്ട് ചെളിങ്ങിണ്ടില്ലേ, അതാ റോഷൻ വെട്ടി അതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനെങ്ങോട്ടാ പോകണം, നമുക്ക് പോയേക്കാം, അങ്ങോട്ട് ചാടിയേക്കാം. അയ്യോ, നമുക്ക് ഈ കോണി കയറിയേക്കാം കേട്ടോ. അവിടെ എന്താ നോക്കാം ഗൈസ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അവിടെ എന്താ ഇൻവിസിബിൾ അങ്ങനെ എന്തുകൊണ്ടാണ്. അപ്പം എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇങ്ങനത്തെ കൂടെ കയറാൻ പറ്റും, ഓദ്യം കൂടെ കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയാക്കിയാലോ, അങ്ങോട്ട് ഓടി കയറിയേക്കാം. ആ മല കയറിയിട്ട് അപ്പുറത്തെ അത് നമുക്ക് ചാടാം. ഈ മലമഞ്ഞ് കയറാൻ പറ്റാൻ അറിയില്ല, നമുക്ക് ഈ മലമ കയറാം. ഇതുമ്മ കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഈ സാധനത്ത് വിളിച്ച് കയറാക്കാം. ഗൈസ് കയറാൻ പറ്റുന്നുണ്ട്. അയ്യോ ഞാൻ വീണു ഗൈസ്. നമ്മൾ വേൾഡ് എൻഡിൽ എത്തി. അപ്പോൾ നമുക്ക് അവനെ കൂടി ഒന്ന് വിളിക്കാം. വേറൊരു ആള് ജോയിൻ ഉണ്ട് കേട്ടോ. നമ്മൾ തിട്ടിക്കണത് പ്രൈവറ്റ് റൂമാണ്. റൂമിന്റെ നമ്പർ 1 തന്നെ ആയിരിക്കും. ആർക്കലബിന്റെ വണ്ടി BMW ആണ്.
M5. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഇതിൻ്റെ പേര് അല്ല നമ്പർ 1234 കൂട്ടാ. അപ്പം നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം, താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തേലും തെറ്റാ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രസം എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ആയിന്നിട്ടപ്പോൾ അർക്കലബ് അവന് ഷാജി പാപ്പനെ ഓർമ്മ അറിയുമെന്ന് വെച്ചിട്ടുണ്ട്. അവനൊക്കെ അറിയാം. നമ്മൾ എൻ്റെ കഴിഞ്ഞ അക്കൗണ്ടിൽ എൻ്റെ ഇപ്പല്ല അക്കൗണ്ട് നിലവിലില്ല. എൻ്റെ ഒരു അക്കൗണ്ടിനാണ് പോയിപ്പോൾ ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വെക്കനാണ് ഈ അറക്കലബും ഷാജി പാപ്പൻ്റെ ഒക്കെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഷാജി പാപ്പൻ്റെ ആ വണ്ടിയൊക്കെ പോയിണ്ടാവും. അറക്കലബുവിൻ്റെ ഒക്കെ ഒരു സ്കൈലൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാറ്റി M5 ഒക്കെ എടുത്ത് അക്കൗണ്ട് പോയെന്ന് വെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ അക്കൗണ്ട് പോയെന്ന് വെച്ച് ഒക്കെ പോയി. ഇപ്പോൾ ഇത് പുതിയ അക്കൗണ്ടാണ്. പുതിയ അക്കൗണ്ട് നമ്മളെയൊക്കെ ഇപ്പോൾ പോയ അക്കൗണ്ട് എത്രയെന്ന് വെച്ചാൽ 4 അക്കൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 5ാമത്തെ അക്കൗണ്ടാണ്. അപ്പോൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നെറ്റ്വർക്ക് ഇല്ലാണ്ട്, പിന്നെ ഇടയ്ക്ക് ഞാൻ ലോഗിൻ ചെയ്യാണ്ട്, അങ്ങനെ ഓരോ അക്കൗണ്ട് വെച്ചിട്ട് പോവാണ്. അത് ഒരു അക്കൗണ്ടാണ്. ഞാൻ അവനോട് എങ്ങനെ കയറിയെന്ന് വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് എങ്ങനെ കയറിയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. ഇത് വീഡിയോ കട്ടാക്കാൻ പറ്റില്ല. ഇത് ഓട്ടോ ആയിട്ട് കട്ടാവേണ്ടി വരും, അല്ലാണ്ട് കട്ടാക്കാൻ പറ്റും തോന്നിയില്ല. ചിലപ്പോൾ കട്ടാക്കാൻ പറ്റും കേട്ടോ, ചിലപ്പോൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ റോഷൻ വേട്ടി അവൻ്റെ ഇതിൽ നിന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. മറ്റവൻ പറയുന്നുണ്ട് കേട്ടോ, അവൻ എന്ത് പറയുന്നുണ്ട്, അവന് ടിൻസാന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ടിൻസാണ്. കാരണം കണ്ടില്ലേ, ഒരേ മുഖം ഒരേ ഇത്. പക്ഷെ ഡ്രസ്സൊന്നുമല്ല. ഡ്രസ്സ് അവൻ്റെ പച്ചയും ഇവൻ്റെ ബ്ലാക്കുമാണ്. കുപ്പായം പറഞ്ഞത് ബ്രോ കിട്ടുന്നുണ്ട്. അവന് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. 3 വണ്ടി എടുക്കാൻ നല്ല രസമുണ്ടില്ല. പക്ഷെ 3 ചളി പിടിച്ചാകെ ഇതായിക്കണേ. അവൻ്റെ വണ്ടിമ്മ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഇതിണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചെയ്തിട്ടുണ്ടോ ഞാൻ വേറെ ഫോണിലാണ് കളിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അവൻ വേറെ ഫോണിലാണ് ചെയ്തെന്നാണ്. ഞാൻ റെക്കോർഡിങ്ങിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഹാന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെന്തോ മെസ്സേജ് ഉണ്ട്. ഇതന്നെ ഇമോജി ഇട്ടിട്ടുണ്ടാ. അപ്പോൾ നമ്മുടെ ഈ 3 വണ്ടി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം. അറക്കലബിൻ്റെ വണ്ടി റെഡ് കളറല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്താൽ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വൈൻഡപ്പ് ആക്കാം. വീഡിയോ പോകുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ വൈൻഡപ്പ് ആക്കണം. അപ്പോൾ നാളെ ഇതിനെക്കാട്ടൊരു അടിപൊളി വീഡിയോ വരാം. അതുവരേക്കും ബൈ.